കണ്ടോ കണ്ടോ കളിവണ്ടി കൂട്ടരെ കൂടെ കളിക്കാൻ വാ. സ്കൂൾ പ്രവേശനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച അക്ഷരവണ്ടി എല്ലാവരും കണ്ടില്ലേ? എന്നാൽ പിന്നെ ഈ അക്ഷരവണ്ടിയിൽ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ നമുക്കൊന്ന് കണ്ടാലോ? ഇതിൽ ആരാണ് ടീച്ചർ? ആരാണ്? ഒരുപാട് കുട്ടികളെ കാണുന്നു, ടീച്ചർ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ടീച്ചർ ഉണ്ടോ ഇതില്? ടീച്ചർ ആണെന്ന് തോന്നുന്നു. ടീച്ചർ അതെ, ഉഷ ടീച്ചർ. ഉഷ ടീച്ചറാണ്. അതെ, ഈ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്നില്ല, എല്ലാവരും ഒരേപോലെ തന്നെ ഉണ്ടല്ലോ. കുട്ടികളുടെ കൂടെ കൂട്ടുകൂടി കളിക്കാൻ വളരെ ഇഷ്ടമാണ്. പിന്നെ സ്കൂളിലേക്ക് ആദ്യമായിട്ട് വരുന്ന കുട്ടികളെ വരവേൽക്കാൻ അവർ ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു മുഖമായിരിക്കും. പക്ഷെ അതൊന്നും വേണ്ട, അവർക്ക് ഇഷ്ടമാവണം. സ്കൂളിലേക്ക് വരാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാക്കണം അവർക്ക്. പാട്ടുപാടിയും കളിച്ചും ചിരിച്ചും ആടിപ്പാടി അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണം മക്കളെ. അതന്നെയാണ് ലക്ഷ്യം. അത് തന്നെ, അതിലൂടെ അവരറിയാതെ അവരുടെ മനസ്സിലേക്ക് ഇത്തിരി അറിവ് എത്തിച്ചു കൊടുക്കുക. എങ്ങനെയാണ് ഈ ഒരു അക്ഷരവണ്ടി എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്താനുള്ള കാരണം? എങ്ങനെയാണ്? ഇന്നത്തെ കുഞ്ഞുമക്കൾ മൊബൈലിലൊക്കെ കളിച്ച് ഇങ്ങനെ വരുന്ന മക്കളാണ്. അപ്പോൾ അവർക്കൊരു ചലന ദൃശ്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കണം എന്നുള്ള തോന്നി. അപ്പം ചലന ദൃശ്യങ്ങളാവുമ്പോൾ അവരത് ആസ്വദിക്കും. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ ഓരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും മുൻ വർഷങ്ങളിലൊക്കെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കാറുള്ളത്. അക്ഷരക്കാഴ്ചകളൊക്കെ ഒരുക്കും. പിന്നെ ആംഗ്യപ്പാട്ടുകൾ, കുട്ടികൾക്ക് വേണ്ടി ഡാൻസ്, ഇതൊക്കെ സ്വയം തോന്നുന്ന രീതിയിൽ അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് അവരെ മുമ്പിൽ അങ്ങനെ കളിക്കും. കുട്ടികൾക്ക് കളിക്കല്ലോ വേണ്ടത്. എങ്ങനെയാണെങ്കിൽ ഇപ്പൊ നാളെ ഈ ഒരു അക്ഷര വണ്ടിയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു, കുട്ടികളെല്ലാം വരവേൽക്കുന്നു. തീർച്ചയായും ഈ വണ്ടി ഒരുക്കി വെച്ചതാണ്. ഇപ്പോൾ മഴ കാരണം എല്ലാം വീണ്ടും അഴിച്ചു വെച്ചു. ഇത് സ്കൂളിലേക്ക് കൊണ്ടുപോയ ശേഷം വീണ്ടും എല്ലാം അലങ്കരിച്ച് കുഞ്ഞുമക്കളെ വരവേൽക്കാനാണ് എനിക്ക് കാത്തിരിക്കുന്നത്. എങ്ങനെയാണ് രക്ഷിതാക്കൾ അതുപോലെ തന്നെ സ്കൂളിലുള്ള മറ്റ് അംഗങ്ങൾ, അതായത് അധ്യാപകരൊക്കെ സപ്പോർട്ടാണോ? എല്ലാവരും, എല്ലാ ടീച്ചേഴ്സും സഹപ്രവർത്തകരും എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രധാന അധ്യാപിക ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷീന ജോർജ് ഒത്തിരി പ്രോത്സാഹനം നൽകുന്നുണ്ട്. അതുപോലെ നമ്മുടെ മാനേജ്മെൻറ്റ്, പി ടി എക്കാർ എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താവശ്യത്തിനും അവരെല്ലാവരും കൂടെയുണ്ട്. നമ്മൾ ഈ സാധാരണ ഈ ടീച്ചർമാരെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റൂഡായ ക്യാരക്ടർമാരെ ഞാനൊക്കെ പഠിച്ച സമയത്ത് അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ടീച്ചർ എന്ന് പറയുമ്പോൾ, കാരണം കുട്ടികളുടെ കൂടെ ഇടപെടുന്നു, കുട്ടികളായിട്ട് സംസാരിക്കുന്നു, പാട്ടൊക്കെ പാടി അത്രയും രസിച്ചുകൊണ്ട്, എങ്ങനെയാണ് അങ്ങനെ ഒരു തീമിലേക്ക് വരാനുണ്ടായിരുന്നത്? എനിക്ക് കുട്ടികളുടെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ ആരെയും നോക്കൂല. എനിക്ക് എന്ത് വേഷം അവരെ ഒന്ന് ചിരിച്ച് കാണണം, അവർ ചിരിക്കണം. എപ്പോഴും കുട്ടികളെ ചിരിച്ച് ഉല്ലസിച്ച് ഇങ്ങനെ കാണണം. അതിൻ്റെ ഇടയിൽ അവർക്ക് അക്ഷരങ്ങളും അവരറിയാതെ അവരെ മനസ്സിലേക്ക് എത്തിക്കണം. ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ടുള്ള ആ ഒരു രീതി ഇഷ്ടമല്ല. നമ്മൾ പണ്ടൊക്കെ അങ്ങനെ ഇരുന്നതല്ലേ. പക്ഷെ ഇന്നത്തെ മക്കൾ അങ്ങനെ വേണ്ട. അവരാസ്വദിച്ച് പഠിക്കണം. എന്താണോ പഠിക്കുന്നത് അത് ആസ്വദിച്ച് പഠിക്കണം എന്നുള്ള ഒരു മധുര മിഠായി പോലെ അവർക്ക് ഇഷ്ടമാവണം സ്കൂളിൽ വരാനും പഠിക്കാനും. ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. ഈ പഠിക്കാനുള്ള ഇഷ്ടം അവരിൽ നിന്നും ഒരിക്കലും മായ്ച്ച് കളയാത്ത രീതിയിൽ ഇഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായും പഠിച്ചോളും. എങ്ങനെയാണ് ഈ പാട്ടൊക്കെ ടീച്ചർ തന്നെയാണോ എഴുതിയതും അതുപോലെ താളം പിടിച്ചൊക്കെ ടീച്ചർ തന്നെയാണോ? തീർച്ചയായും കുട്ടികൾക്ക് വേണ്ടി എഴുതിയതാണ്. ഒരു പാട്ട് നമുക്കൊന്നൊന്ന് പാടിയാലോ? എന്താണ്? കണ്ടോ കണ്ടോ കളിവണ്ടി കൂട്ടരെ കൂടെ കളിക്കാൻ വാ, പാട്ടും കഥയും ചിരിയുമായി അക്ഷരലോകം കണ്ടിടാ, വിസ്മയലോകം കണ്ടിടാ. കണ്ടോ കറങ്ങും പാവകളും കാറ്റിലാടും പട്ടങ്ങളും, വാനം നോക്കി ചിരിക്കുന്ന പല നിറം ബലൂണുകൾ, പല നിറം ബലൂണുകൾ. എങ്ങനെയാണ് എല്ലാവരും നാളെ സ്കൂളിൽ പോകാൻ റെഡിയാണോ? എല്ലാവരും റെഡിയാണ്? എന്താണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോയി ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ അവധിക്കാലമായല്ലോ, നിങ്ങളിപ്പോൾ മിസ് ചെയ്യോ? അതായത് ഇനിയിപ്പോൾ സ്കൂളിൽ പോകുന്നതിനൊരു ചടപ്പ് അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? എല്ലാവരും ഉഷാറാണ്, എല്ലാവരും പഠിക്കാൻ തന്നെ പോകാനുള്ള പരിപാടിയാണ് അല്ലേ? ആണോ? ആണ്.
അപ്പൊ എന്തായാലും ടീച്ചർക്കും അതുപോലെ സ്കൂളിലും നല്ലൊരു അഭിനന്ദനം നേരുന്നു. കാരണം ഈ ഒരു അക്ഷര വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത്തരത്തിൽ കുട്ടികളുടെ ഇഴകി ചേർന്ന് കുട്ടികളുടെ കൂടെ കളിച്ച് കുട്ടികൾക്ക് അതൊരു വലിയൊരു അനുഭവമാക്കി മാറ്റിയെടുക്കുന്ന വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് എന്തൊക്കെ അറിവ് കിട്ടാൻ പറ്റുമോ അതൊക്കെ അവർക്ക് കിട്ടിയിരിക്കണം. കാഴ്ചാനുഭവത്തിലൂടെയും സ്പർശനാനുഭവത്തിലൂടെയും എൻ്റെ മുന്നിലെത്തുന്ന കുഞ്ഞുമക്കൾ ചിരിച്ചുകൊണ്ട് രസിച്ചുകൊണ്ട് ആടിപ്പാടി തിമിർത്തുകൊണ്ട് അക്ഷരങ്ങൾ അവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമെന്നത് മാത്രമാണ് എൻ്റെ അന്തിമമായ ലക്ഷ്യം. അത് തന്നെയാണ്. ഉഷ ടീച്ചർ പൊളിയാണ്. അതുപോലെ തന്നെ അക്ഷരവണ്ടിയായിട്ട് നാളെ പുറപ്പെടാൻ തന്നെയുള്ള തീരുമാനമാണ് അല്ലേ? തീർച്ചയായും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.